ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് റോഡാണോ തോടാണോ? അത് റോഡാണ് കേട്ടോ. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. എറണാകുളം ജില്ലയിൽ ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ നഗരത്തിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. യാത്രക്കാരെ വലച്ചിരിക്കുകയാണ് രൂക്ഷമായ വെള്ളക്കെട്ട്. രാവിലെ നല്ല പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട്, നല്ല ചുരിദാറും ഒക്കെ ഇട്ട്, നല്ല ചെരുപ്പും ഒക്കെ ഇട്ട് അണിഞ്ഞ് ഒരുങ്ങി വന്നിരിക്കുന്നവർ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ പുറത്തുകൂടി നടന്നാണ് പോകുന്നതെങ്കിൽ ഈ വെള്ളം കടന്ന് വേണം പോകാൻ. കനത്ത മഴയിൽ മലപ്പുറത്ത് വഴിക്കടവിൽ വലിയ നാശനഷ്ടമുണ്ടായി. ചിപ്സി യൂണിറ്റിൽ വെള്ളം കയറി 35 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. കോഴി ഫാമിന്റെ കാര്യം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആഷ്കരിലേക്ക് വരുമ്പോൾ വഴിക്കടവിൽ നിന്നും ഷബാസ് അഹമ്മദ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചേരുന്നു. ആദ്യം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ വെള്ളക്കെട്ടിൽ നിന്നതിന്റെ വിവരങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം. അവിടെ നമുക്കൊപ്പം ഷബാസ് ഉണ്ട്. ഷബാസ്, സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകൾ എന്താണ്? ഇപ്പോഴും വെള്ളം വലിഞ്ഞിട്ടില്ലേ? ഇനി ഒരു മഴ കൂടി പെയ്താൽ ഓറഞ്ച് അലർട്ട് ആയിട്ടുണ്ട്. വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെടാനാണോ സാധ്യത? അരുൺകുമാർ, ഈ കാഴ്ചയിൽ കാണുന്നതാണ് നിലവിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ അവസ്ഥ. മഴ മാറിയിട്ട് മണിക്കൂറുകളായി. ഏകദേശം 5 മണിയോടെ അവസാനിച്ച മഴയാണ്. ഇത്ര നേരമായിട്ടും ഈ വെള്ളക്കെട്ടിന് ഒരു ശമനവുമില്ല എന്നതാണ് ഇവിടുത്തെ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രി 12 മണിക്ക് തുടങ്ങിയ മഴയിലായിരുന്നു ഇത്രത്തോളം വെള്ളക്കെട്ട് രൂക്ഷമായി രൂപപ്പെട്ടത്. പക്ഷേ ഇത്ര മഴ മാറി നിന്ന് മണിക്കൂറുകളായിട്ടും ഇത്തരത്തിൽ വെള്ളം ഇറങ്ങിയിട്ടില്ല എന്നാണ് ഇവിടുത്തെ കാഴ്ചയിൽ നമുക്ക് വ്യക്തമാകുന്നത്. ഒപ്പം നിരവധി യാത്രക്കാരാണ് ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷനെ ആശ്രയിച്ചുകൊണ്ട് ഈ വഴിയിലൂടെ നടന്നും വണ്ടിയിലും ഒക്കെ പോകുന്നത്. അവരൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം ഈ നല്ല ഡ്രസ്സൊക്കെ ഇട്ടി വന്ന് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ബുദ്ധിമുട്ട് അത് പറഞ്ഞറിയിക്കാനാവുന്നതിലും അപ്പുറമാണ്. ഒപ്പം ഈ വെള്ളം ഈ വൃത്തിയുള്ള വെള്ളമല്ല, ഈ ഓടകളിൽ നിന്നും മറ്റും വരുന്ന വെള്ളത്തോടൊപ്പം കലർന്നുള്ള മഴവെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഈ പല രോഗങ്ങൾക്കും ഇവിടെ ഈ വെള്ളത്തിലിറങ്ങിയാൽ സാധ്യതയുണ്ട്. ചേട്ടാ, നല്ല വെള്ളക്കെട്ടാണല്ലേ? നല്ല വെള്ളക്കെട്ടാണ്. എന്താ അവിടെ കുറച്ചങ്ങാണ് നിങ്ങൾ നടന്നു പോകാൻ പറ്റൂല. അങ്ങനെ നടന്ന് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും ഈ കാണയുടെ മേളിൽ തന്നെ വേസ്റ്റ് കോരി വെച്ചിട്ടുണ്ട്. അതൊക്കെ ശരിക്കും തീർത്തും അനാവസ്ഥ തന്നെയാണ്. ചില നമ്മള് എന്തെല്ലാം അസുഖങ്ങളാണ് ഇത്. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ അപ്പി വെള്ളം എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ആ കുട്ടിയെ നടന്നു പോകുന്നതാണ്. വെള്ളത്തിനകത്ത് അഴുക്ക് വെള്ളമാണ്. അരുൺകുമാർ, കുട്ടികളടക്കമുള്ളവരാണ്. ഇപ്പൊ ഈ ഒരു കുടുംബം 3 കുട്ടികളായിട്ടാണ്. 2 കുട്ടികൾ അവരെ എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ ഒരു കുട്ടി ആ വെള്ളത്തിലൂടെ ഇറങ്ങി ഏകദേശം ആ കുട്ടിയുടെ മുട്ടോളം വെള്ളത്തിൽ മുങ്ങിയാണ് ഇവിടേക്ക് എത്തിയത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ ആര് ഈ വഴി കടന്നു പോയാലും ഈ അസുഖങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം അത്രത്തോളം വൃത്തികെട്ട വെള്ളമാണ് എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഈ ഓടയും ചാലും ഒക്കെ കലർന്നു വരുന്ന വെള്ളമാണ്. ഒരുപാട് പേര് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് തീവണ്ടി ഇറങ്ങി സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ആ റോഡ് വഴി കടന്നു പോകുന്ന സമയത്ത് വലിയ വെള്ളക്കെട്ടാണുള്ളത്. അപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി ഇറങ്ങുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾ പുറത്തിറങ്ങി പോകുന്ന സ്ഥലത്ത് ചെറിയ വെള്ളക്കെട്ടുണ്ട്. ആ വെള്ളക്കെട്ടിന് മഴ പെയ്യുകയാണെങ്കിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. നല്ല ചെരുപ്പും പാൻറ്റും ഒക്കെ ഇട്ട് വന്നിരിക്കുന്നവർ സൂക്ഷിച്ച് അത് കടന്നു പോവുക. ഇല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് നിന്ന് തന്നെ ഓട്ടോ കിട്ടുമെങ്കിൽ അത് വാങ്ങിപ്പോവുക. ഇല്ലെങ്കിൽ ആ വെള്ളക്കെട്ട് നീന്തി കടന്നു പോകേണ്ടി വരും. ഈ ദൃശ്യങ്ങൾ അതാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. പിള്ളേർക്കൊക്കെ എന്ത് സന്തോഷം. പിള്ളേർക്ക് അവരെ കൊണ്ടുപോകുന്ന രക്ഷിതാക്കൾക്കാണല്ലോ ടെൻഷൻ. ഇത് അഴുക്ക് വെള്ളമല്ലേ, ഈ പിള്ളേരെ ഈ വെള്ളത്തിൽ നീന്തും അവന്മാരെ കൈവിട്ട ആ അവസ്ഥയാണ്.